ഇനിയും ബെറ്റർ ലൈഫിൽ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ബെറ്റർ ലൈഫ് സ്പെഷ്യൽ. മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിൽ വളരെയേറെ അത്ഭുതങ്ങളും അതിശയങ്ങളുമുണ്ട്. അതിൽ ഒരതിശയമാണ് മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അളവുകളിലും അതിൻ്റെ നിർമ്മാണത്തിലുമുള്ള സൂക്ഷ്മത. അതിമനോഹരമായ ആർക്കിടെക്ചറൽ സ്കില്ലും മാത്തമാറ്റിക്കൽ സ്കില്ലും മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിൽ നമുക്ക് കാണാം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. എൻ്റെ മുട്ട് മുതൽ റിസ്റ്റ് വരെയുള്ള നീളം എൻ്റെ പാദത്തിൻ്റെ നീളവും ഒരുപോലെയാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എൽബോ മുതൽ റിസ്റ്റ് വരെയുള്ള നീളം 24 സെൻറ്റിമീറ്ററാണ്. എൻ്റെ പാദത്തിൻ്റെ നീളവും 24 സെൻറ്റിമീറ്ററാണ്. ഇതേപോലെ തന്നെ വളരെയേറെ ആളുകളിൽ അവരുടെ മൂക്കിൻ്റെ നീളവും അവരുടെ തള്ളവിരലിൻ്റെ നീളവും ഏകദേശം ഒരുപോലെയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക റേഷ്യോയിലാണ്. ആ റേഷ്യോയാണ് ഗോൾഡൻ റേഷ്യോ, അതായത് 1.61 എന്നുള്ള ഗോൾഡൻ റേഷ്യോയിലാണ്. ഈ റേഷ്യോ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ കാണാം, പുറമേ കാണാം, പ്രകൃതിയിൽ പലതിലും കാണാം. അതേപോലെ മനുഷ്യൻ നിർമ്മിക്കുന്ന പല വസ്തുക്കളിലും ഈ റേഷ്യോ കാണാൻ സാധിക്കും. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനായ ഫിബൊനാച്ചി എന്ന ആളാണ് ഈ റേഷ്യോയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഫിബൊനാച്ചി നമ്പർ എന്ന് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. എന്താണ് ഈ ഫിബൊനാച്ചി നമ്പർ എന്ന് നോക്കാം. 1 1 2 3 5 8 13 21 34 ഇങ്ങനെ പോകുന്ന ഫിബൊനാച്ചി നമ്പർ. എന്താണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത? ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് മുമ്പുള്ള 2 അക്കങ്ങൾ കൂട്ടുന്നതായിരിക്കും ആ നമ്പർ. അതേപോലെ അടുത്തടുത്ത ഫിബൊനാച്ചി നമ്പർ ഹരിച്ചാൽ കിട്ടുന്നതും 1.61 ആണ്. ഇത് മനുഷ്യ ശരീരത്തിലെ പല അവയവങ്ങളിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് നോക്കാം ഓരോ ഉദാഹരണങ്ങൾ. മനുഷ്യൻ്റെ പാദം മുതൽ പൊക്കിൾക്കുഴി വരെയുള്ള നീളം ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ അവരുടെ ഹൈറ്റ് 1.61 ആയിരിക്കും. അതേപോലെ പൊക്കിൾ മുതൽ തലയുടെ മുകളിൽ വരെയുള്ള ഹൈറ്റും ഷോൾഡർ മുതൽ തലയുടെ മുകളിൽ വരെയുള്ള ഹൈറ്റും 1.61 ആണ്. മനുഷ്യൻ്റെ കൈ ഒന്ന് നോക്കാം. ഫിംഗർ മുതൽ എൽബോ വരെയുള്ള ഡിസ്റ്റൻസും എൽബോ മുതൽ റിസ്റ്റ് വരെയുള്ള ഡിസ്റ്റൻസും 1.61 ആണ്. മനുഷ്യൻ്റെ മിഡിൽ ഫിംഗറും ലിറ്റിൽ ഫിംഗറും തമ്മിലുള്ള റേഷ്യോ 1.61 ആണ്. മനുഷ്യൻ്റെ മുഖം ഒന്ന് നോക്കാം. മുഖത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 1.61 ആണ്. മനുഷ്യൻ്റെ വായൊന്ന് നോക്കാം. വായുടെ നീളവും മൂക്കിൻ്റെ വീതിയും തമ്മിലുള്ള റേഷ്യോയും അത് തന്നെ. മനുഷ്യൻ്റെ കണ്ണ് 2 പ്യൂപ്പിൾ തമ്മിലുള്ള ഡിസ്റ്റൻസും 2 ഐബ്രോയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസും 1.61 റേഷ്യോയിലാണ്. മനുഷ്യൻ്റെ മുമ്പിലുള്ള പല്ലുകൾ 2 പല്ലുകൾ തമ്മിലുള്ള വീതിയും ഒരു പല്ലിൻ്റെ ഹൈറ്റും തമ്മിൽ എടുത്താലും ആ റേഷ്യോ 1.61 ആണ്. ഇതൊക്കെ 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതേപോലെ അനേകം എക്സാമ്പിൾ മനുഷ്യ ശരീരത്തിൻ്റെ പുറമേ ഉണ്ട്. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നോക്കാം. മനുഷ്യൻ്റെ ലങ്സ് താഴോട്ട് ചെന്ന് റൈറ്റും ലെഫ്റ്റും ബ്രോങ്കിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചെറിയ ചെറിയ ബ്രോങ്കിയായിട്ട് സബ് ഡിവിഷൻസ് ഉണ്ട്. ഈ ബ്രോങ്കയിലെല്ലാം 1.61 എന്നുള്ള റേഷ്യോ കാണാം. മനുഷ്യൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജീൻ എന്ന് പറയുന്നത്. ജീനിൽ DNA എന്ന് പറയുന്ന സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. ഒരു DNAയുടെ ഒരു കർവിൻ്റെ നീളം 34 ആംസ്ട്രോങ്ങും വീതി 21 ആംസ്ട്രോങ്ങുമാണ്. അതും ഒരു ഫിബൊനാച്ചി നമ്പറാണ്. മനുഷ്യൻ്റെ ചെവിയിൽ ഇന്നർ ഇയറിൽ കോക്ലിയ നമ്മുടെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന അതിലും കാണാം ഈ റേഷ്യോ. ഇതേപോലെ തന്നെ നമ്മൾ
മനുഷ്യൻ്റെ ശരീരത്തിന് വെളിയിലേക്ക് നോക്കുക. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈജിപ്ഷ്യൻ പിരമിഡുകളൊക്കെ നോക്കാം. അത് നിർമ്മിച്ചിരിക്കുന്നത് ഈ റേഷ്യോയിലാണ്. അതേപോലെ ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ് മോണോലിസ, ആ പെയിൻറ്റിങ് നോക്കുക. പെയിൻറ്റിങ്ങിൽ നമ്മൾക്ക് കാണാം 1.6 റേഷ്യോ. വളരെ ഇമ്പോർട്ടൻ്റായി പല പ്ലാന്റ്സുകളിലും ഫ്ലവേഴ്സുകളിലും ഫ്രൂട്ട്സുകളിലും എല്ലാം കാണാം. ഉദാഹരണത്തിന് ഈ ഫ്ലവറിലെ സൂര്യകാന്തി, അതിൻ്റെ സീഡുകളിൽ കാണാം ഈ റേഷ്യോ. അതിൻ്റെ ലീവ്സുകളിൽ കാണാം. പല ചെടികളുടെയും ഇലകളുടെ റൊട്ടേഷനുകളിൽ ഈ 1.6 റേഷ്യോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ കടലിൻ്റെ അടിയിൽ ജീവിക്കുന്ന ചിലതരം ഷെല്ലുകളുണ്ട്, നമ്മളുടെ സ്നെയിലിലുണ്ട്, ചില ഈ സീ ഹോഴ്സ് എന്നൊക്കെ പറഞ്ഞ ചെറിയ ജീവികളിലെല്ലാം ഈ 1.6 റേഷ്യോ കാണാം. ഗാലക്സിയിൽ വളരെ മൈലുകൾക്കപ്പുറം അതിൽ നോക്കിയാലും ഈ റേഷ്യോ നമ്മൾക്ക് കാണാം. ചില തിരമാലകൾ വരുന്നുണ്ടല്ലോ, തിരമാലകളിലെ എണ്ണത്തിലുള്ള റേഷ്യോയിൽ ഇത് കാണാൻ സാധിക്കും. മനുഷ്യൻ നിർമ്മിക്കുന്ന പല വസ്തുക്കളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ ദിവസങ്ങളും ഉപയോഗിക്കുന്ന പല സാധനങ്ങളുണ്ട്. നമ്മുടെ വിസ കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകൾ അതിൽ ഈ റേഷ്യോയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ ഐപോഡ് പോലുള്ള സാധനങ്ങളുണ്ട്, അതിലും ഈ റേഷ്യോ കാണാം. ഒന്നുമില്ലെങ്കിലും നമ്മൾ സാധാരണ കഴിക്കാൻ ഉപയോഗിക്കുന്ന കിറ്റ്കാറ്റ് പോലും നിർമ്മിച്ചിരിക്കുന്നത് ഈ 1.6 റേഷ്യോയിലാണ്. 1.6 എന്ന ഗോൾഡൻ റേഷ്യോ പ്രകൃതിയിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനുഷ്യ ശരീരത്തിൻ്റെ കൂടുതൽ വിശേഷമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.